ആദ്യ തിങ്കളാഴ്ച ബുക്കിംഗിൽ ദൃശ്യം 3 എന്തായാലും വലിയ രീതിയിലുള്ള സെൻസേഷനായി മാറിക്കഴിഞ്ഞു. ആദ്യ തിങ്കളാഴ്ചത്തേക്ക് പ്രീസെയിൽ ആയിട്ട് തന്നെ 4 കോടിയോളം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ വീക്കെൻഡിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടി നേടിയതിന് ശേഷമാണ് 4 കോടിയോളം രൂപ ആദ്യ വർക്കിംഗ് ഡേയിലേക്ക് അഡ്വാൻസായി ദൃശ്യം 3 സ്വന്തമാക്കുന്നത്. ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോയിൽ വലിയ രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് വരുന്നത്. മണിക്കൂറിൽ 10,000-ലേറെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ വിറ്റുപോകുന്നത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണെങ്കിലും കുടുംബ പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്നത്. ആശീർവാദ് സിനിമാസ് കാര്യമായ പ്രൊമോഷൻ പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചിത്രത്തെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള ഫ്രാഞ്ചൈസായ ദൃശ്യത്തിൽ നിന്ന് ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായും ഫാമിലി പ്രേക്ഷകർക്ക് അത് വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും അവരത് കാണാനായി എത്തുകയും ചെയ്യും. ജോർജ് കുട്ടിയും കുടുംബവും ആദ്യ 2 ഭാഗത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ അത്രയേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ദൃശ്യം 3യിൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്നറിയാൻ കുടുംബ പ്രേക്ഷകർക്ക് വലിയ താല്പര്യവുമുണ്ട്. അതിനോടൊപ്പമാണ് മോഹൻലാൽ എന്ന മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരവുമുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഘടകങ്ങൾ കൂടിച്ചേരുന്നതാണ് ദൃശ്യം 3യെ തിയേറ്ററിൽ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ വലിയ രീതിയിൽ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്നത്. ഈ ഒരു വെക്കേഷൻ കാലം അവസാനിക്കാനിരിക്കെ ദൃശ്യം 3 വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് കേരളത്തിലും ഓവർസീസിലും പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മലയാള സിനിമയ്ക്ക് വലിയൊരു മാന്ത്രിക സംഖ്യ സമ്മാനിക്കാൻ ദൃശ്യം 3ക്ക് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ചിത്രത്തിന് വന്നിരിക്കുന്ന റിവ്യൂസ് ഒന്നും കാര്യമായി എഫക്റ്റഡ് ആയിട്ടില്ല എന്നും കുടുംബ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള തൃപ്തിയാണ് സിനിമ നൽകുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ബുക്കിങ്ങിലുള്ള ഈ ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ഏതായാലും മോഹൻലാലിന്റെയും ആശീർവാദ് സിനിമാസിന്റെയും ഒക്കെ കരിയറിലെ വലിയ രീതിയിലുള്ള ഒരു വിജയമായി ദൃശ്യം 3 മാറിക്കഴിഞ്ഞു.